വെഞ്ഞാറമൂട് കൂട്ടക്കൊലക്കേസ് പ്രതി അഫാന്റെ പിതാവ് റഹീം തിരുവനന്തപുരത്തെത്തി. സന്നദ്ധ സംഘടനകൾ ഇടപെട്ട യാത്രാരേഖകൾ ശരിയാക്കിയതോടെയാണ് റഹീം ദമാമിൽ നിന്ന് നാട്ടിലെത്തിയത്. അതേസമയം അഫാന്റെ മാതാവ് ഷെമിയുടെ മൊഴി ഇന്ന് രേഖപ്പെടുത്തും. പ്രതിക്കെതിരായ കൂടുതൽ തെളിവുകൾ ഈ മൊഴിയിലൂടെ ലഭിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് അന്വേഷണ സംഘം. വിവരങ്ങളുമായി സൂര്യഗായത്രി ചേരുന്നുണ്ട്. സൂര്യ, നിലവിൽ ഈ ഒരു കേസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു സാക്ഷി പോലും ഇല്ലാത്ത ഒരു കേസാണ് എന്നുള്ളതാണ്. ഈ പ്രതി നേരിട്ട് പോലീസ് സ്റ്റേഷനിലെത്തിയ മൊഴി മാത്രമാണ് ആധാരമായിട്ടുള്ളത്. അതിനാൽ തന്നെയാണ് ഈ ഉമ്മയുടെ മൊഴി അല്ലെങ്കിൽ മാതാവ് ഷെമിയുടെ മൊഴി ഏറ്റവും അധികം നിർണായകമാകുന്നത്. എന്തെല്ലാമാണ് ആശുപത്രിയിൽ നിന്നടക്കം ലഭിക്കുന്ന കൂടുതൽ വിവരങ്ങൾ? വല്ലാത്തൊരവസ്ഥയിലേക്കാണ് അഫാന്റെ പിതാവ് ഇന്നിപ്പോൾ തലസ്ഥാനത്തേക്ക് വന്നിറങ്ങിയത് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 7 വർഷത്തിന് ശേഷമാണ് സൗദി അറേബ്യയിൽ നിന്ന് അബ്ദുൾ റഹീം നാട്ടിലേക്ക് തിരിച്ചെത്തുന്നത്. ആ നാട്ടിലേക്ക് തിരിച്ചെത്തുമ്പോൾ പ്രിയപ്പെട്ടവരൊക്കെയും അതുപോലെ തന്നെ പ്രിയപ്പെട്ടതൊക്കെയും നഷ്ടമായിട്ടാണ് അബ്ദുൾ റഹീം തിരിച്ച് വീട്ടിലേക്ക് എത്തുന്നത്. തലസ്ഥാനത്ത് എത്തി ആദ്യം തന്നെ തന്റെ ഭാര്യ ഷെമിയെ പോയി കാണുകയാണ് അബ്ദുൾ റഹീം ചെയ്തിട്ടുണ്ടായിരുന്നത്. ഗോകുലം മെഡിക്കൽ കോളേജിൽ നിലവിൽ ഷെമീന ചികിത്സയിൽ കഴിയുകയാണ്. ഭാര്യയെ പോയി കണ്ടു, ഭാര്യയുടെ സ്ഥിതിഗതികളൊക്കെ തന്നെ വിലയിരുത്തി എന്നുള്ളതാണ്. അതിന് ശേഷം തൻ്റെ ഇളയ മകനും അതുപോലെ തന്നെ ചേട്ടൻ്റെ ഭാര്യയെയും ഖബറടക്കിയിരിക്കുന്ന പാങ്ങോട് മദ്രസയിൽ പോകുമെന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. അതിനുശേഷം മറ്റൊരു ബന്ധുവീട്ടിൽ റഹീം താമസിക്കും എന്നുള്ളതും അറിയുന്നുണ്ട്. എന്തായാലും റഹീമിന്റെ പ്രതികരണമൊന്നും എടുക്കാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല. കാരണം അത്തരത്തിൽ പ്രതികരിക്കാനുള്ള ഒരു മാനസികാവസ്ഥയിലല്ല അബ്ദുൾ റഹീം തിരിച്ച് തൻ്റെ നാട്ടിലേക്ക് വന്നിറങ്ങുന്നത് എന്നുള്ളതാണ്. എന്താണ് ശരിക്കും സംഭവിച്ചത് എന്ന കാര്യത്തിൽ പോലും ഒരു കാര്യവും തിരിച്ചറിയാൻ കഴിയാത്ത വിധത്തിൽ, ഒന്നും മനസ്സിലാകാത്ത വിധത്തിലാണ് അബ്ദുൾ റഹീം തൻ്റെ നാട്ടിലേക്ക് എത്തിയിരിക്കുന്നത്. അബ്ദുൾ റഹീമിന്റെ ഉൾപ്പെടെ മൊഴി പോലീസിനെ രേഖപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അതിന് കുറച്ച് സാവകാശം എടുത്തതിന് ശേഷമായിരിക്കും ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ മൊഴിയടക്കം പോലീസ് രേഖപ്പെടുത്തുക എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും ഇനി ഇപ്പോൾ വരാനിരിക്കുന്ന മൊഴി ഏറ്റവും നിർണായകമായിട്ടുള്ളത് ഷെമിയുടെ മൊഴി തന്നെയാണ്. കാരണം അന്ന് എന്താണ് സംഭവിച്ചത് എന്ന് ഇനി പറയാൻ കഴിയുന്നത് ഷെമിക്ക് മാത്രമാണ്. ഷെമിക്ക് എന്താണ് സംഭവിച്ചത് എന്ന് അറിയേണ്ടതായിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ തന്നെ ബന്ധുക്കളോട് ഷെമി പറഞ്ഞിട്ടുള്ളത് കട്ടിലിൽ നിന്ന് താഴെ വീണാണ് തനിക്ക് പരിക്കേറ്റത് എന്നുള്ള വിവരമാണ്. അതാണ് പ്രാഥമിക വിവരമായിട്ട് പുറത്തു വരുന്നത്. അത്തരത്തിലുള്ളൊരു മൊഴി തന്നെയാണ് കഴിഞ്ഞ ദിവസം പോലീസിനും ഷെമി നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ തൻ്റെ ഇളയ മകൻ്റെ അടക്കം മരണവിവരം ഷെമി ഇതുവരെയും അറിഞ്ഞിട്ടില്ല എന്നുള്ളതും അറിയുന്നുണ്ട്. ഇതുവരെയും ഷെമിയോട് ആ കാര്യം പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ മറ്റ് കൂടുതൽ വിവരങ്ങളൊന്നും തന്നെ ഷെമിയുടെ ഭാഗത്ത് നിന്ന് ഇതുവരെയും പോലീസ് ചോദിച്ചറിഞ്ഞിട്ടില്ല. പക്ഷേ എത്രയും വേഗം ഷെമിയുടെ മൊഴി രേഖപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. പൂർണ്ണമായിട്ടും ഷെമി ആരോഗ്യവതി ആയിട്ടില്ല എന്നുള്ളതാണ്. ഈ മുഖത്ത് വലിയ രീതിയിലുള്ള പരിക്കുണ്ട്. ഈ തറയിൽ അടിച്ച് പരിക്കേൽപ്പിച്ചതിൻ്റെ ഒരു അസ്വസ്ഥത ഇപ്പോഴും ഷെമിക്കുണ്ട്. പൂർണ്ണമായിട്ടും സംസാരിക്കാൻ ഇതുവരെയും ഷെമി ആരോഗ്യവതി ആയിട്ടില്ല. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ആരോഗ്യമൊക്കെ തന്നെ പൂർണ്ണാവസ്ഥയിൽ എത്തിയതിനു ശേഷം മാത്രമേ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ഷെമിയുടെ ഭാഗത്ത് നിന്ന് എടുക്കാൻ കഴിയൂ. എന്തായാലും പോലീസ് മൊഴിയെടുക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തുന്നുണ്ട്. ഒരുപക്ഷെ മജിസ്ട്രേറ്റ് തന്നെ നേരിട്ടെത്തി മൊഴി രേഖപ്പെടുത്താനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അത് കൂടാതെ തന്നെ ഈ കുടുംബത്തിന് വായ്പ നൽകിയവരെ ഈ കേസിൽ സാക്ഷികളാക്കാനുള്ള നീക്കങ്ങൾ കൂടി നടക്കുന്നുണ്ട്. ഈ അഫാന് തന്നെ പലതരത്തിലുള്ള സാമ്പത്തിക ഇടപാടുകൾ അഫാൻ നടത്തിയിട്ടുണ്ട് എന്നുള്ള കണ്ടെത്തൽ പോലീസ് നടത്തിയിട്ടുണ്ട്. അത്തരത്തിലുള്ള അന്വേഷണങ്ങളൊക്കെ തന്നെ പോലീസ് നടത്തുന്നുണ്ട്. ആ കടബാധ്യതകൾ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ ഈ അഫാന്റെ ഉപ്പയായിട്ടുള്ള അബ്ദുൾ റഹീമിന്റെ ഭാഗത്ത് നിന്നും ലഭിക്കേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ ഈ അഫാന്റെ ഉപ്പയുടെയും ഉമ്മയുടെയും മൊഴികൾ പോലീസിന് രേഖപ്പെടുത്തേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. അഫാന്റെ ഭാഗത്ത് നിന്നും കൂടുതൽ വിവരങ്ങൾ പോലീസിന് ചോദിച്ച് അറിയേണ്ടതായിട്ടുണ്ട്. കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. കാരണം കുറച്ചധികം കാര്യങ്ങൾ അഫാന്റെ ഭാഗത്ത് നിന്ന് അറിയേണ്ടതായിട്ട് ഉണ്ട് എന്നുള്ളതാണ്. പക്ഷേ അത്തരത്തിൽ കൂടുതലായിട്ട് മൊഴി നൽകുന്നതിന് വേണ്ടിയുള്ള ഒരു ആരോഗ്യസ്ഥിതിയിലോ മാനസികാവസ്ഥയിലോ അല്ല അഫാൻ എന്നുള്ളതാണ് പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നലെ മൊഴി രേഖപ്പെടുത്താൻ പോകുമ്പോഴും 2 ദിവസം കൂടി അഫാൻ ആശുപത്രിയിൽ കിടക്കട്ടെ എന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് പോവുകയായിരുന്നു. അഫാന്റെ അറസ്റ്റ് ഈ സൽമ ബീവിയെ കൊലപ്പെടുത്തിയ കേസിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അഫാന്റെ ഭാഗത്ത് നിന്ന് മൊഴിയടക്കം രേഖപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. ഡിജിറ്റൽ തെളിവുകളൊക്കെ പോലീസ്
പോലീസ് ശേഖരിച്ച് വരുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഒടുവിൽ കടബാധ്യത തന്നെയാണ് ഈ കൊലപാതകങ്ങളിലേക്ക് നയിച്ചത് എന്നുള്ള നിഗമനത്തിലേക്ക് പോലീസ് എത്തുന്നുണ്ട്. പക്ഷേ ഓരോരുത്തരുടെയും മരണത്തിന് പിന്നിലെ കാരണം എന്താണെന്ന് പോലീസിന് വീണ്ടും ചോദിച്ച് അറിയേണ്ടതായിട്ടുണ്ട്. സൽമ ബീവിയെയും അതുപോലെ തന്നെ ഉപ്പയുടെ സഹോദരനെയും സഹോദരന്റെ ഭാര്യയും ഒക്കെ കൊന്നതിന് പിന്നിൽ കടബാധ്യതയാണ്. അതുപോലെ തന്നെ ഈ പെൺസുഹൃത്തിന്റെ കൊന്നതിന് പിന്നിലും കടബാധ്യതയാണ്. പെൺസുഹൃത്തിനോട് സ്വർണ്ണാഭരണം ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് പെൺസുഹൃത്ത് തിരിച്ച് ചോദിക്കുകയും അതിന്റെ വൈരാഗ്യത്തിലാണ് പെൺസുഹൃത്തിനെ കൊലപ്പെടുത്തുകയും ചെയ്തു എന്നുള്ള വിവരമാണ് അഫാൻ പറഞ്ഞിരിക്കുന്നത്, പോലീസ് കണ്ടെത്തിയിരിക്കുന്നത്. അതേ സമയം തന്നെ ഉമ്മയെയും അതുപോലെ തന്നെ ഈ സഹോദരനടക്കമുള്ളവരെയും കൊലപ്പെടുത്താനുണ്ടായ പ്രേരണ എന്താണ് എന്നതടക്കം കൃത്യമായിട്ടുള്ളൊരു നിഗമനത്തിലേക്ക് പോലീസിന് എത്തിച്ചേരേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഇനിയും മൊഴികളടക്കം രേഖപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. അത് കൂടാതെ ഡിജിറ്റൽ തെളിവുകളൊക്കെ തന്നെ പോലീസ് ശേഖരിച്ചു വരുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ഒടുവിൽ മാത്രമേ ഈ ഒരു നിഗമനത്തിലേക്ക് പോലീസിന് എത്താൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ്. എന്തായാലും അബ്ദുൾ റഹീം തിരിച്ച് നാട്ടിലെത്തിയിട്ടുണ്ട്. സന്നദ്ധ പ്രവർത്തകരുടെ ഒക്കെ പിന്തുണ കൊണ്ടാണ് അബ്ദുൾ റഹീം നാട്ടിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. ഇനി എങ്ങനെയാണ് ഈ വലിയ കടബാധ്യതയിലേക്ക് അടക്കം അബ്ദുൾ റഹീം പോയിട്ടുണ്ടായിരുന്നത് എന്നതിലടക്കം ഒരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട്. അതിൽ ഈ മകന് അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു ബന്ധമുണ്ടോ, അല്ലെങ്കിൽ മകൻ അത്തരത്തിലുള്ള എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ഉപ്പയോട് അന്വേഷിച്ചിരുന്നോ എന്നടക്കം ഉള്ള കാര്യങ്ങൾ അബ്ദുൾ റഹീമിന്റെ ഭാഗത്ത് നിന്നും പോലീസിന് ചോദിച്ചറിയേണ്ടതായിട്ടുണ്ട്. അതിന്റെ ഒക്കെ ഒടുവിൽ മാത്രമേ പോലീസിന് കൂടുതൽ കാര്യങ്ങളിലേക്ക് എത്താൻ കഴിയുകയുള്ളൂ എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. സൂര്യ, ഇപ്പോൾ അഫാന്റെ 2 ദിവസം കൂടി കഴിഞ്ഞതിന് ശേഷമായിരിക്കും അഫാനെ ആ ഒരു ആശുപത്രി ചികിത്സയിൽ നിന്ന് വിട്ടുകിട്ടുക. പക്ഷെ അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ സൽമ ബീവിയുടെ മോഷണം പോയ മാല കേന്ദ്രീകരിച്ചും അതുപോലെ തന്നെ അഫാന്റെ കയ്യിലുണ്ടായിരുന്നത് ഷെമി, അത് ഉമ്മ ഉപയോഗിച്ചിരുന്ന ഫോണാണെന്ന് പറഞ്ഞിരുന്നു. ആ ഫോണും അതിൻ്റെ സെർച്ച് ഹിസ്റ്ററിയും കോൾ റെക്കോർഡ്സും കേന്ദ്രീകരിച്ചുള്ള അന്വേഷണവും, ഈ 2 അന്വേഷണങ്ങളും ഏത് രീതിയിലാണ് ഇപ്പോൾ പോകുന്നത്? അതിൽ നിന്ന് ലഭിക്കുന്ന വിശദാംശങ്ങൾ എന്തെല്ലാമാണ്? ഷെമിയുടെയും അതുപോലെ തന്നെ അഫാന്റെയും ഫോണുകൾ അത് ഫോറൻസിക് പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ അഫാന്റെ പക്കലുണ്ടായിരുന്ന ഫോണിലെ സെർച്ച് ഹിസ്റ്ററി അടക്കം ശേഖരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കത്തും അയച്ചിട്ടുണ്ടായിരുന്നു അന്വേഷണ സംഘം, സൈബർ പോലീസിന് അയച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെയൊക്കെ കൂടുതൽ വിവരങ്ങൾ, ഡീറ്റെയിൽസ് പോലീസിന് അന്വേഷണ സംഘത്തിന് ലഭിക്കേണ്ടതായിട്ടുണ്ട്. അതായത് ഈ കൂട്ട ആത്മഹത്യയ്ക്ക് കുടുംബം ശ്രമിച്ചിരുന്നു എന്നുള്ള മൊഴിയാണ് ആദ്യഘട്ടത്തിൽ അഫാൻ നൽകിയിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ കൂടുതൽ തെളിവുകൾ ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഈ ഫോണിന്റെ ഗൂഗിൾ ഹിസ്റ്ററി അടക്കം പരിശോധിക്കുന്ന ഒരു തീരുമാനത്തിലേക്ക് പോലീസ് എത്തിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒരു കൂട്ട ആത്മഹത്യയ്ക്ക് കുടുംബം ശ്രമിച്ചിട്ടുണ്ടായിരുന്നെങ്കിൽ അതടക്കമുള്ള കാര്യങ്ങൾ ഗൂഗിളിൽ ഒരു പക്ഷേ അഫാൻ സെർച്ച് ചെയ്തിട്ടുണ്ടായിരിക്കണം, അന്വേഷിച്ചിട്ടുണ്ടായിരിക്കണം. അത് കണ്ടെത്തുന്നതിന് വേണ്ടിയാണ് ഗൂഗിൾ സെർച്ച് അടക്കം ഹിസ്റ്ററി അടക്കം പരിശോധിക്കുന്നതിന് വേണ്ടിയുള്ള തീരുമാനം പോലീസ് എടുത്തിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഈ അഫാന്റെ കയ്യിൽ ഉണ്ടായിരുന്നെന്ന് പറയുന്ന ഫോണിന്റെയും അടക്കം കൂടുതൽ വിവരങ്ങൾ അതിനകത്ത് നിന്ന് ശേഖരിക്കാൻ കഴിയുമോ എന്നത് പരിശോധിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഫോറൻസിക്കിന് ഫോൺ കൈമാറിയിട്ടുള്ളത്. ഇതിന്റെ ഫലങ്ങൾ നിലവിൽ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അത് കൂടാതെ തന്നെ മറ്റ് എന്തെങ്കിലും കാരണം ഈ കൊലപാതകങ്ങൾക്ക് പിന്നിലുണ്ടോ എന്നുള്ള പരിശോധനയും പോലീസ് നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒടുവിൽ അഫാൻ നൽകിയിരിക്കുന്ന മൊഴിയുടെ അടിസ്ഥാനത്തിൽ കടബാധ്യത തന്നെയാണ് കൊലപാതകങ്ങൾക്ക് പിന്നിലെ കാരണം എന്നുള്ളതിലേക്ക് പോലീസ് എത്തുമ്പോഴും ഈ 5 പേരെയും കൊലപ്പെടുത്തുന്നതിന് പിന്നിൽ എത്തരത്തിലുള്ള കടബാധ്യതകളാണ് എന്ന ഒരു സംശയം പോലീസിന് ഉണ്ട് എന്നുള്ളതാണ്. ഇതിൽ ഉപ്പ വരുത്തി വെച്ച കടബാധ്യത, അതിന്റെ സമ്മർദ്ദത്താലാണ് ഈ കൊലപാതകങ്ങൾ നടത്തേണ്ടി വന്നത് എന്ന് അഫാൻ പറയുമ്പോഴും ആ മൊഴി പൂർണ്ണ വിശ്വാസത്തിലെടുക്കാതെയുള്ള അന്വേഷണമാണ് പോലീസ് നടത്തുന്നത്. അഫാൻ തന്നെ അത്തരത്തിൽ എന്തെങ്കിലും സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിട്ടുണ്ടോ, അത് എങ്ങനെയൊക്കെയാണ്, ആരുടെ ഭാഗത്തു നിന്നൊക്കെയാണ് അത്തരത്തിൽ എന്തെങ്കിലും സാമ്പത്തികമായിട്ടുള്ള സഹായം അഫാൻ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്, അത് എത്രയാണ് സഹായം സ്വീകരിച്ചെന്നടക്കമുള്ള അന്വേഷണം പോലീസ് നടത്തുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഈ കുടുംബത്തിന് വായ്പ നൽകിയവരെ അടക്കം കേസിൽ സാക്ഷികളാക്കിക്കൊണ്ടുള്ള അന്വേഷണമാണ് പോലീസ് ഇനിയിപ്പോൾ നടത്താൻ പോകുന്നത്. അത്തരത്തിൽ സാമ്പത്തികമായിട്ട് ഈ കുടുംബത്തിന് സഹായം നൽകിയവരുടെ പക്കൽ നിന്ന് അടക്കം പോലീസ് വിവരശേഖരണം നടത്തും. അതിൽ നിന്ന് അടക്കം പോലീസിന് കൂടുതൽ വിവരങ്ങൾ ലഭിക്കേണ്ടതായിട്ടുണ്ട്. ഈ അബ്ദുൾ റഹീമിന് ഈ സൗദി അറേബ്യയിൽ പോയതിന് ശേഷം ഉണ്ടായ കടബാധ്യത അല്ലാതെ നാട്ടിൽ അഫാന്റെ ഭാഗത്തു നിന്ന് തന്നെ അത്തരത്തിലുള്ള ബാധ്യതകൾ എന്തെങ്കിലും കുടുംബത്തിന് ഉണ്ടായിട്ടുണ്ടോ എന്നത് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. നിലവിൽ
ഈ വല്യുമ്മയുടെ ഭാഗത്ത് മാല അടക്കം ഈ അഫാന് മോഷ്ടിച്ചു എന്നുള്ള വിവരങ്ങളൊക്കെ തന്നെ പോലീസിന് ലഭിച്ചിട്ടുണ്ട്. പെൺ സുഹൃത്തിന്റെ ഭാഗത്ത് നിന്നും അത്തരത്തിൽ ആഭരണങ്ങൾ ഈ അഫാൻ കൈക്കലാക്കിയിട്ടുണ്ടായിരുന്നു. അത് തിരിച്ച് ചോദിച്ചിട്ട് അത് പെൺ സുഹൃത്തിന് തിരികെ നൽകിയിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു സാമ്പത്തിക ബാധ്യത അഫാന് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന പ്രാഥമിക കണ്ടെത്തൽ എന്ന് പറയുന്നത്, പ്രാഥമിക നിഗമനം എന്ന് പറയുന്നത്. ആ കണ്ടെത്തലിലേക്ക് ഒക്കെ തന്നെ പോലീസിന് എത്തേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ കൊലപാതകത്തിന് മറ്റ് സാക്ഷികളൊന്നും തന്നെ ഇല്ലെങ്കിൽ കൂടിയും ഈ കടബാധ്യതകൾ സംബന്ധിച്ച് ആരൊക്കെയാണ് ഇവർക്ക് സാമ്പത്തികമായിട്ട് സഹായം നൽകിയിട്ടുള്ളത് അവരുടെ അടക്കം മൊഴികൾ ഒരുപക്ഷെ പോലീസ് രേഖപ്പെടുത്തും. അവരുടെ പക്കൽ നിന്നടക്കം വിവരശേഖരണം പോലീസ് നടത്തുമെന്നുള്ളതാണ്. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് ഇനി അടുത്ത ഘട്ടത്തിൽ നിർണായകമായിട്ടുള്ള മൊഴി ലഭിക്കുന്നത് ഷെമിയുടെ ഭാഗത്തു നിന്ന് തന്നെയാണ്. അതുകൊണ്ട് ഷെമിയുടെ മൊഴി എത്രയും വേഗം രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമങ്ങളാണ് പോലീസ് ഇപ്പോൾ നടത്തുന്നത്. ഷെമി പക്ഷേ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഷെമി ഈ മകന് അനുകൂലമായിട്ടുള്ള മൊഴിയാണ് നൽകിയിട്ടുള്ളത് എന്നുള്ളതാണ്. പക്ഷേ കൂടുതൽ വിവരങ്ങൾ ഷെമി അറിയുന്ന സാഹചര്യത്തിൽ തൻ്റെ ഇളയ മകനെ അടക്കം അഫാൻ കൊലപ്പെടുത്തി എന്നുള്ള വിവരങ്ങൾ അറിയുന്ന സാഹചര്യത്തിൽ ഒരു പക്ഷേ എന്താണ് സംഭവിച്ചത് എന്നത് പൂർണ്ണമായിട്ടും ഷെമി പോലീസിന് മുന്നിൽ പറയുമെന്നുള്ളതാണ് വിശ്വസിക്കുന്നത്. എന്തായാലും നിലത്ത് അടിച്ച മുറിപ്പാടുകൾ അടക്കം ഷെമിയുടെ മുഖത്ത് ഉണ്ട് എന്നുള്ളതാണ്. അത്തരത്തിൽ കട്ടിൽ നിന്ന് വീണ് പരിക്കേറ്റ മുറിപ്പാടുകളോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള അവസ്ഥയോ അല്ല ഷെമിക്ക് ഉള്ളത്. വലിയ രീതിയിലുള്ള മുറിപ്പാടുകളും പൊട്ടലും ഒക്കെ മുഖത്ത് ഉണ്ട് എന്നുള്ളതാണ്. അതൊക്കെ സംബന്ധിച്ച് കൃത്യമായിട്ട് അന്ന് എന്താണ് സംഭവിച്ചത് എന്ന് പറയാൻ കഴിയുന്നത് ഷെമിക്ക് മാത്രമാണ്. അതുകൊണ്ട് തന്നെ എത്രയും വേഗം ഷെമിയുടെ മൊഴി രേഖപ്പെടുത്താനുള്ള ശ്രമമാണ് പോലീസ് നിലവിൽ നടത്തുന്നത്. ശരി, സൂര്യഗായത്രി.